ഊരകം മൈമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ അയ്യപ്പൻ തീയാട്ട് പ്രാചീന അനുഷ്ഠാന കലാനിർവഹണവും കളമെഴുത്തും അരങ്ങേറും. ഡിസംബർ 6-ന് ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക വേദിയിലാണ് ചടങ്ങ് നടക്കുക. ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. ഡിസംബർ 6-ന് ഉച്ചയ്ക്ക് കൂറയിട്ട് ആരംഭിച്ച തോറ്റം, കൂത്ത്, രാത്രികളത്തിൽ കോമരനൃത്തവും കളമായ്ക്കലും തേങ്ങയേറും നടക്കും. തുടർന്ന് കൂറ വലിക്കുന്നതോടെയാണ് അയ്യപ്പൻ തീയാട്ട് എന്ന അപൂർവ അനുഷ്ഠാന കലാപാട്ടുത്സവം സമാപിക്കുക. ദേവീദേവന്മാരുടെ ദേവസംഗമ ഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആദ്യമായാണ് മമ്പിള്ളി ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ തീയാട്ട് പാട്ടുത്സവ കലാരൂപം നടക്കുന്നത്. മഹാശാസ്താവിന്റെ രൂപം പഞ്ചവർണ്ണ പൊടികളാൽ 6 മണിക്കൂർ സമയമെടുത്താണ് ഒരുക്കുന്നത്. യജ്ഞാചാര്യൻ മുളങ്കുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാർ തീയാട്ടിനും ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരി നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് മുഖ്യ കാർമ്മികരാകും. ഊരകം ഉണ്ണിമാരാരും സംഘവും അനുഷ്ഠാന വാദ്യമേളങ്ങൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PM അനന്തനാരായണൻ, സെക്രട്ടറി മാനഴി ഗോപിനാഥൻ നായർ, സംയോജകൻ കേരമ്പത്ത് ഗോപിനാഥൻ, രാമചന്ദ്രൻ ചെറുപറമ്പത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പ്രദേശത്ത്, അതായത് ആറാട്ടുപുഴ പെരുവനം പൂരങ്ങൾ നടക്കുന്ന ശാസ്താ ക്ഷേത്രങ്ങളിലത്തെയും ഭഗവതി ക്ഷേത്രങ്ങളിലത്തെയും ദേവീദേവന്മാരാണ് തൃപ്രാർത്ഥവരൊഴികെ എഴുന്നള്ളിച്ച് ഈ ഭാഗത്ത് വന്ന് വലിയ ദേവസംഗമം നടക്കുന്നത്. ആ പ്രദേശത്ത് അതിൻ്റെ തട്ടകങ്ങളിലൊന്നും ഇതേവരെ നടക്കാത്ത ഒന്നാണ് ഈ അയ്യപ്പൻ തീയാട്ട്. ഇതേവരെ ഒരിക്കലും നടന്നിട്ടില്ല. അതാണിപ്പോൾ ആദ്യമായിട്ട് ഈ മമ്പിള്ളി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നിൽക്കുന്നത്. എന്നാലിത് സാധാരണയായിട്ട് മുളങ്കുന്നത്തുകാവിൽ നിത്യടിയന്തരമായിട്ടുണ്ടത്, തായങ്കാവിൽ അങ്ങനെയുണ്ട്, മലമക്കാവിൽ അങ്ങനെയുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ചില ക്ഷേത്രങ്ങളിൽ, ശാസ്താക്ഷേത്രങ്ങളിൽ ഇത് അടിയന്തരമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ അയ്യപ്പൻ തീയാട്ട് പുറമേ തൃശ്ശൂർ പാണ്ഡ്യസമൂഹം മഠത്തിൽ അവിടെ, കാരണം അവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തുകയുണ്ടായി. പൂരപ്രേമി സംഘമാണ് നടത്തിയതെന്ന് അവിടെ.